നമസ്തേ. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവരും എന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ ബഹുമാനം കിട്ടണം എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകളും ബഹുമാനം പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. പല ആളുകളും വാലിഡേഷൻ നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ അപ്രൂവൽ നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടും ബഹുമാനം നേടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി ചിലരാകട്ടെ ബഹുമാനത്തിന് വേണ്ടി യാചിക്കുകയാണ് എന്ന് പോലും പറയാനായിട്ട് സാധിക്കും. നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ബലം പിടുത്തം അല്ലെങ്കിൽ മസിൽ പിടുത്തം നടത്തേണ്ടതുണ്ടോ ഈ ബഹുമാനം കിട്ടുവാനായിട്ട്? യഥാർത്ഥത്തിൽ നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ റെസ്പെക്റ്റ്? അത് നമുക്ക് പിടിച്ചു വാങ്ങുകയാണോ ചെയ്യേണ്ടത്? അതിനുവേണ്ടി യാചിക്കുകയാണോ ചെയ്യേണ്ടത്? അതോ മറ്റുള്ളവർക്ക് സ്വയം നമ്മളോട് ബഹുമാനം തോന്നുകയാണോ വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനം ആരംഭിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അപ്രൂവൽ അല്ലെങ്കിൽ വാലിഡേഷൻ ചോദിക്കുന്നത് നിർത്തുന്ന സമയത്താണ്. പൊങ്ങച്ചം പറയുന്ന ഒരാളോട് ബഹുമാനം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സൈലന്റ് ആയിട്ട് തൻ്റെ കർമ്മം ചെയ്യുന്ന ആളോട് ആളുകൾക്ക് ബഹുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. ആളുകൾ ബഹുമാനിക്കുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ്, സ്വയം നിറവുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തികളെ. പലപ്പോഴും ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥകൾ ഒരു വ്യക്തിയോടുള്ള അതോറിറ്റി അല്ലെങ്കിൽ ബഹുമാനത്തിനെ നശിപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെസ്പറേറ്റ് ആകേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുടെ അപ്രൂവൽ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബഹുമാനം ലഭിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി ഉള്ള വ്യക്തികൾക്കാണ്. എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് നിശ്ചയിക്കണം എന്നുള്ളതാണ്. നമ്മൾ യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പാസിവിറ്റിയോ അഗ്രഷനോ ഇല്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. എന്നാൽ നമുക്ക് ഫർദർ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തന്നെ അതവിടെ പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകും നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ്, യെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യെസ് എന്ന് തന്നെയാണ് എന്നുള്ളത്. നോ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ യെസ് പറയുന്ന സമയത്ത് ഒരു കുറ്റബോധം ഇല്ലാതെ തന്നെ നമുക്കത് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഈ വിധത്തിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ടൈമിനെയും എനർജിയെയും ഉപയോഗിക്കാനുള്ള അവസരത്തിനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മളുടെ സമയം, നമ്മുടെ ഊർജം നമുക്ക് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോഴും കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് സൈലന്റ് ആയിട്ടുള്ള അതോറിറ്റി ആണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൊതുജന മധ്യത്തിൽ നമ്മുടെ വികാരങ്ങളെല്ലാം കൂടെ പ്രകടിപ്പിക്കരുത് എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് അധികം റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ശാന്തമായിട്ടുള്ള നമ്മുടെ സംസാരമാണ് അമിതമായിട്ടുള്ള റിയാക്ഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ ഒരിക്കലും ഏർപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് റെസ്പെക്റ്റിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കമാൻഡ് തന്നെയാണ്. അടുത്തതായിട്ടുള്ള കാര്യം കുറച്ച് സംസാരിക്കുക, കൂടുതൽ അർത്ഥമാക്കുക എന്നുള്ളതാണ്. നമുക്ക് വരികൾക്കിടയിലൂടെ പറയാനായിട്ട് സാധിക്കണം. നമ്മുടെ ഓവർ ഷെയറിംഗ് കുറച്ച് എല്ലാം റിവീൽ ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾക്ക് ഒരു വില ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഒരു നിഗൂഢത നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു മിസ്റ്ററി തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വെയിറ്റ് ഉണ്ടാക്കുന്നത്. മിസ്റ്ററി ഇൻക്രീസസ് പെർസീവ്ഡ് വാല്യൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ചില വ്യക്തികളുണ്ട്, അവർക്ക് കുടുംബത്തിൽ ഒരു പേഴ്സണാലിറ്റി, അവരുടെ സൊസൈറ്റിയിൽ മറ്റൊരു പേഴ്സണാലിറ്റി, സുഹൃത്തുക്കളുടെ ഇടയിൽ വേറൊരു പേഴ്സണാലിറ്റി, ജോലി സ്ഥലത്ത് മറ്റൊരു പേഴ്സണാലിറ്റി. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. ഈ കാര്യം ആളുകൾ മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് കൺസിസ്റ്റൻസി ഇല്ലാത്ത വ്യക്തിത്വങ്ങൾക്ക് ബഹുമാനം പോകില്ല എന്നുള്ളതാണ്. സെയിം ക്യാരക്ടർ എവ്രിവെയർ ആൻഡ് നമ്മുടെ പ്രോമിസസിനെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. ഞാൻ പറയുകയാണ്, കൺസിസ്റ്റൻസി ബിൽഡ്സ് ക്രെഡിബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബിസിനസ് മേഖലയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, പണ്ട് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹവുമായിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൂ, ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാം, വ്യക്തിപരമായിട്ട് നമുക്ക് ബന്ധമൊന്നും വേണ്ട. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ വ്യക്തിത്വം തന്നെയാണ് എൻ്റെ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഒരു സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ദിവസവും പോകുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലമായിരിക്കാം, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അവിടെ ഒരു ദിവസം ചെന്നു, രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ ഹോട്ടലില്ല, മൂന്നാമത്തെ ദിവസം ചെന്നപ്പോൾ ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കൺസിസ്റ്റൻസി ഇല്ലാത്ത ആ ഹോട്ടലിന് പകരം എല്ലാ ദിവസവും കൃത്യമായിട്ട് തുറന്ന് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥലത്ത് മാത്രമേ നമ്മൾ പോകുള്ളൂ എന്നുള്ളതാണ്. ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരുപാട് ബഹുമാനത്തിനെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നു. ഈ കൺസിസ്റ്റൻസി ക്രെഡിബിലിറ്റിയെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊരു മേഖല
മേഖലയിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ കഴിവ് തെളിയിച്ചു. പക്ഷെ പിന്നീട് കാലം കഴിയുന്തോറും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് എൻഹാൻസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. നമ്മുടെ സ്കിൽസിനെ എപ്പോഴും നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ആളുകൾ ബഹുമാനിക്കുന്നത് ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ്, അല്ലാതെ ഒരുപാട് ഒച്ചപ്പാടുകളെ അല്ല എന്നുള്ളതാണ്. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് നടന്നകലാനായിട്ടും ഒഴിവാക്കി പോകാനായിട്ടും സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആരെയും അബാൻഡൻ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒളിച്ചോടുക എന്നുള്ളതല്ല. എപ്പോഴാണോ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോകേണ്ടത്, നമുക്കൊരു പൊസിഷൻ ബെഗ് ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അറ്റൻഷൻ കിട്ടാനായിട്ട്, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാനായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ തന്നെ വിലയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ബഹുമാനം പിടിച്ചു വാങ്ങുന്നത്, നിർത്തുന്നത്, ആ സമയത്ത് നമ്മുടെ ശക്തി വർദ്ധിക്കുകയും സൈലന്റ് ആയിട്ട് ഒരുപാട് ബഹുമാനം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ രഹസ്യങ്ങൾ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി നമസ്തേ.